രാജ്യത്ത് വീണ്ടും നോട്ട് നിരോധനം. ഫെബ്രുവരി 1 മുതൽ പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റലാകുന്നു. ഈ വാർത്ത കേട്ട് ഞെട്ടാൻ വരട്ടെ. രാവിലെ പത്രം വായിച്ച് മലയാളികൾ ഞെട്ടിയ കഥയാണ് ഈ പറയുന്നത്. മലയാളത്തിലെ മുൻനിര പത്രങ്ങളിൽ വന്ന പരസ്യമാണ് ഇന്ന് ജനത്തെ ഞെട്ടിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഇതിനെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. വി അരുൺ വിവരങ്ങളുമായിട്ട്. അരുൺ, മുൻനിര പത്രങ്ങളായിട്ടുള്ള മാതൃഭൂമിയും മനോരമയും ഒരുപോലെ അഡിറ്റോറിയൽ എന്ന് വിളിക്കാവുന്നത് വാർത്ത എന്നുള്ള അതേ ഫോർമാറ്റിൽ തന്നെ നൽകിക്കൊണ്ട് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇതിനു മുൻപ് ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര വ്യക്തമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളൊരു വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലെല്ലാം. എന്തെല്ലാം കാര്യങ്ങൾ കൂടിയായിരുന്നു ആ പേജിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നത്? നോട്ട് നിരോധം 2050 എന്നുള്ളൊരു ഡേറ്റ് ലൈൻ കൂടി നൽകിയിട്ട് പോലും അതൊരു പരസ്യത്തിനപ്പുറത്തേക്ക് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യം പോയത് അത് എത്രത്തോളം പ്ലാൻ ചെയ്തുകൊണ്ടുകൂടിയായിരുന്നു? അപർണ, പത്രങ്ങളുടെ ഒന്നാം പേജിൽ വലിയ പരസ്യങ്ങൾ, ജാക്കറ്റ് പരസ്യങ്ങളൊക്കെ വരുന്നത് സർവ്വസാധാരണമാണിത്. പരസ്യം നൽകുന്ന ആളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അത്തരം പരസ്യങ്ങൾ വരുന്നതും സ്വാഭാവികമാണ്. പക്ഷേ അതിനൊക്കെ ഒരു പരസ്യ രൂപമുണ്ടാകും. ഒരുപക്ഷെ ഒരു മാറ്റമാകാം. പരസ്യരൂപമല്ലാതെ വാർത്താരൂപത്തിലും പരസ്യങ്ങൾ നൽകാനുള്ള ഏതോ PR ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഈ കണ്ടന്റ് ചെയ്യുന്ന ആളുടെയോ ഒക്കെ അതിബുദ്ധിയൊക്കെ ആകാം. പക്ഷേ അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഞെട്ടുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇതിൽ വന്നത്. ഏറ്റവും പ്രധാനം ഇപ്പോൾ അപർണ വായിച്ചതുപോലെ ഈ നോട്ട് നിരോധനം തന്നെയാണ്. നോട്ട് നിരോധനത്തിന്റെ ഞെട്ടലിൽ ഇപ്പോഴും മുക്തരാകാത്ത എത്രയോ ആയിരങ്ങൾ രാജ്യത്തുണ്ട്. അവരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നോട്ടേ വിട, ഇനി ഡിജിറ്റൽ കറൻസി, മാറ്റത്തിന്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി. വളരെ മനോഹരമായ തലക്കെട്ടും വളരെ മനോഹരമായ ഭാഷയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത അങ്ങനെ പോകുന്നു. തൊട്ട് താഴെ വന്നത്, ഞാൻ ആദ്യം ഇന്ന് ഈ മാതൃഭൂമി പത്രം എടുത്ത് വായിക്കുമ്പോൾ ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് റോബോ മന്ത്രി @1. ഞാൻ ആദ്യം വിചാരിച്ചത് വിവരസാങ്കേതിക രംഗത്ത് വലിയ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ്. അത്തരം നീക്കങ്ങൾ നടക്കുന്നു. വ്യവസായ മന്ത്രി ദാവോസിലാണ്, വലിയ കൂടിക്കാഴ്ച നടക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്തുകയാണോ സർക്കാർ എന്ന തരത്തിൽ ഞാൻ വായിച്ചു നോക്കുന്നു. അവിടെ മന്ത്രിയുടെ പേര് കണ്ടപ്പോഴാണ്, റവന്യൂ മന്ത്രിയുടെ പേര്, കേരളത്തിലെ ഇത് അഭിമാന മുഹൂർത്തം, റോബോ റവന്യൂ മന്ത്രി CK 50 മന്ത്രിസഭയിൽ 1 വർഷം പൂർത്തിയാകുന്നു എന്നൊക്കെയാണ് ആ വാർത്ത. വായിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ഒരു അബദ്ധമോ അല്ലെങ്കിൽ നമ്മളെ കബളിപ്പിക്കുകയാണെന്നൊക്കെ ബോധ്യമോ. പക്ഷേ ആദ്യം കാണുമ്പോൾ ആർക്കും ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്താ വിന്യാസമാണ് ഈ ഒന്നാം പേജിൽ ഇന്നത്തെ മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. മറ്റിടത്ത് ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും വലിയ മത്സരം നടന്നു. അതിരില്ലാ ലോകം, തടയില്ലാ ലോകം, അതായത് യുദ്ധമില്ലാത്ത ലോകത്ത് രാജ്യങ്ങൾ അതിർത്തികൾ ചുരുക്കുന്നു. അങ്ങനെ നല്ലതും പ്രതീക്ഷ നൽകുന്നതും പക്ഷേ ഞെട്ടിക്കുന്നതുമായ വാർത്തകളുടെ ഒരു ശേഖരമാണ് മലയാളത്തിലെ മുൻനിര പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഉണ്ടായിരുന്നത്. തിരികെ എത്താം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ MG രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. MGR പലതരത്തിലുള്ള അഡിറ്റോറിയലുകൾ വരാറുണ്ട്. ആദ്യത്തെ 1ഉം 2ഉം പേജും പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് പരസ്യമാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം കൂടി നൽകിക്കൊണ്ടായിരിക്കും. പക്ഷേ പരസ്യ രീതികൾ മാറുമ്പോൾ ഈ തരത്തിൽ കൃത്യമായ രീതിയിൽ ഡേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പരിപൂർണമായിട്ട് ഇത് വായനക്കാരുടെ ബുദ്ധിയെയും ബോധത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് നമ്മുടെ കാലത്തെ മാധ്യമ പ്രവർത്തനം നെല്ലിപ്പലയ്ക്കും താഴെ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ വളരെ ഞെട്ടിപ്പിക്കുന്നതും നിർഭാഗ്യകരവും ആയിട്ടുള്ള തെളിവാണ്. ഇനി ഇതിൽ കൂടുതൽ ഇനി എന്താണ് സംഭവിക്കാനുള്ളതെന്ന് മാത്രമേ ഇനി നോക്കേണ്ടതുള്ളൂ. മാധ്യമ പ്രവർത്തനം കച്ചവടത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ കുറെ കാലമായി തുടങ്ങിയെങ്കിലും ഇത്രയധികം സ്വയം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന അങ്ങേയറ്റത്തെ വളരെ ജുഗുപ്സാപമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് കഷ്ടമാണ്. പിന്നെ ഈ കാലത്തിന്റെ സവിശേഷതയാവാം. പക്ഷെ ഇതുവരെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ 1 പേജും 2 പേജും ഒക്കെ പരസ്യം പോലെ കൊടുത്തിരുന്നെങ്കിൽ ഇത് വാർത്തയായിട്ട് തന്നെ ഈ വ്യാജ വാർത്തയോ പെയ്ഡ് ന്യൂസ്, ഇതാണ് യഥാർത്ഥത്തിലുള്ള പെയ്ഡ് ന്യൂസ് എന്ന് വിളിക്കുന്നത്. പൂർണ്ണമായിട്ടും പെയ്ഡ് ന്യൂസ്, അതായത് വായനക്കാരനെയും സമൂഹത്തെയും ജനാധിപത്യത്തെയും ഒക്കെ നോക്കി കളിയാക്കുന്ന ഒരവസ്ഥ. ഇത് ഒരു കാലത്തിന്റെ സവിശേഷതയാവാം, കച്ചവടത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഘട്ടമാണെന്നൊക്കെ ന്യായീകരിക്കാം. പക്ഷേ മാധ്യമ പ്രവർത്തനം അതിന്റെ ഏറ്റവും താഴത്തെ പടിയും കഴിഞ്ഞ് പാതാളത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണിത്. മിക്കവാറും എല്ലാ പത്രങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു ദേശാഭിമാനി പത്രത്തിനെ പറ്റി ആരോ പറഞ്ഞു, അത് ഞാൻ കണ്ടില്ല, അതിങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ബാക്കി എല്ലാ പത്രങ്ങളും കൊടുത്തിരിക്കുന്നു. എല്ലാവരും കൂട്ടായിട്ട് സ്വയം നമ്മൾ ആത്മഹത്യ ചെയ്ത മട്ടാണ്. MGR, പക്ഷേ ഇതിപ്പോൾ ഏറ്റവും അവസാനമായിരിക്കും ഈ ഒരു കാറ്റഗറിയിലേക്ക് പ്രിന്റ് മീഡിയ കടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചിലപ്പോൾ ഒരു മാർക്കറ്റിംഗ് പ്രൊഫൈൽ സ്റ്റോറികളൊക്കെ അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന രീതിയിൽ
ടി വി മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ അത് വളരെ സജീവമാണ്. അങ്ങനെ പരസ്യം കൊണ്ടും മാത്രമാണ് നിലനിൽക്കാൻ കഴിയുന്നത് എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഫോർമാറ്റ് സ്വീകരിക്കുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലെ തലത്തിലേക്ക് പത്രം കടക്കുമ്പോൾ പത്ര മാധ്യമങ്ങൾക്ക് മാത്രമാണോ ഈ ധാർമ്മികത പുലർത്തേണ്ട ഉത്തരവാദിത്വം എന്നൊരു ചോദ്യം ഉയരാനുള്ളൊരു സാധ്യതയില്ലേ? ഈ ലെവലിലേക്ക് വേറെ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. പിന്നെ ടെലിവിഷനും സോഷ്യൽ മീഡിയയും ഒക്കെ വാസ്തവത്തിൽ ഇനിയിപ്പോ എത്ര ദിവസം വേണം അങ്ങ് അവിടേക്ക് എത്താൻ എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ. പക്ഷെ ഈ പത്രങ്ങൾ ഈ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞത് അതിന്റെ അവസ്ഥ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദുരന്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ലെവലിലേക്ക് മറ്റാരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. ഈ നമ്മൾ ഈ പത്രപ്രവർത്തന ചരിത്രത്തിൽ ഒരുപക്ഷെ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൽ പോലും ആദ്യകാലത്ത് ഈ 1-ാം പേജ് മുഴുവൻ പരസ്യമായിരുന്നു. പിന്നീടാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. പിന്നെ അതിനുശേഷമാണ് വാർത്തകൾ പിന്നെ 1-ാം പേജിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അന്നും പരസ്യം എന്നുള്ളത് പരസ്യമായിട്ട് തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. അത്രയെങ്കിലും ഒരു മിനിമം സത്യസന്ധതയോ മറ്റും പുലർത്തിയിരുന്നതാണ്. ഇന്ന് അതല്ല. ഇന്ന് തെറ്റിദ്ധരിപ്പിക്കാനും തട്ടിപ്പ് നടത്താനും പണം വാങ്ങി വാർത്തയാണെന്ന മട്ടിൽ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്ന അങ്ങേയറ്റത്തെ, അതായത് പറഞ്ഞു ഇതുവരെ ഇല്ലാത്ത, നമ്മൾ ഇതുവരെ മാധ്യമ ചരിത്രത്തിൽ മുഴുവൻ 500 വർഷത്തെ ചരിത്രത്തിൽ ഓരോ ഘട്ടവും കച്ചവടമായിട്ടും വിപണിയായിട്ടും മത്സരത്തിനോടുമുള്ള ഒത്തുതീർപ്പുകളുടെ ഒരു നീണ്ട പ്രക്രിയയുണ്ട്. പ്രത്യേകിച്ച് വ്യവസായ വിപ്ലവത്തിന് ശേഷം മൂലധനവും വിപണിയും പ്രധാനപ്പെട്ട ഭാഗമായി കഴിഞ്ഞു. പക്ഷേ അതിന്റെ എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലപ്പുറം ഇനി പോകാനില്ലാത്ത മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒന്നാകെ മാത്രം അത് പെയ്ഡായിട്ടുള്ള വാർത്തയായിട്ട് നൽകുന്നതിന്റെ സറഗേറ്റ് പരസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഇത് സറഗേറ്റ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞ എല്ലാ മറവുകളും മാറ്റുന്നു. ഒരു ബിഗ് ലീഫിന്റെ മറ പോലും ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഒരു ചെറിയ നാണം മറയ്ക്കാൻ ഒരു ഇല പോലും ഇല്ലാത്ത രീതിയിലേക്ക് സ്വയം കച്ചവടത്തിലേക്കും ആത്മഹത്യയിലേക്ക് ഇത് ഉണ്ടാവുന്ന അപകടം, ഇത് ജനാധിപത്യത്തിനും മാധ്യമങ്ങൾക്കുമാണ് അപകടം എന്ന് മനസ്സിലായാൽ കൊള്ളാം. കാരണം ഇത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയാണ് പൂർണ്ണമായും തകർത്ത് കളയുന്നത്. മാധ്യമങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ തന്നെ പലതരത്തിലുള്ള ആക്രമണങ്ങളുടെ വിമർശനങ്ങളുടെ നടുവിലാണ്. അപ്പോൾ അവരുടെ എല്ലാ വിശ്വാസ്യതയുടെയും അവസാനത്തെ ആ ചെറിയ ഒരു നാണം മറക്കാനുള്ള ഒരു ചെറിയ വില പോലും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി ഇനി മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനെ കുറിച്ചോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ജനാധിപത്യത്തെക്കുറിച്ചോ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയാനുള്ള അവകാശത്തിന് നേരെയാണ് ഇത് കടന്നു കയറിയിരിക്കുന്നത്. MGR, ഇത് അപ്പോഴും ഇതിനകത്തൊരു സെൽഫ് ധാർമ്മികതയുടെ ഉത്തരവാദിത്തം കാണിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ കഴിയും. ഒരു മൊബൈൽ ഫോണിലൂടെയിൽ ആർക്കും വാർത്ത കൊടുക്കാം. അതിന്റെ വിശ്വാസ്യത പരിശോധിക്കാൻ യാതൊരു വിധ ക്രൈറ്റീരിയയും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇതിൽ അങ്ങനെ ഏതെങ്കിലും ഗൈഡ് ലൈൻസ് ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയുമോ? ഇതൊരു വലിയ ഒരു സ്ലിപ്പറി ആയിട്ടുള്ള ഒരു മേഖലയാണ്. ആരാണ് ഗൈഡ് ലൈൻ കൊണ്ടുവരിക? ആർക്കാണ് അതിനുള്ള അവകാശം? ഇത് മറ്റും വലിയ പ്രശ്നമാണ്. കാരണം മാധ്യമ ചരിത്രത്തിൽ എല്ലാ കാലത്തും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവർ എന്ന് എല്ലാ കാലത്തും പറഞ്ഞിരുന്നത് ഒരു ആത്മനിയന്ത്രണം, ഒരു സെൽഫ് സെൻസർഷിപ്പ് അല്ലെങ്കിൽ സ്വയം ഒരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവരിക മാത്രമാണ്. പുറത്തുനിന്ന് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഒന്നും പാടില്ല എന്നുള്ളതാണ് എല്ലാ കാലത്തും ജനാധിപത്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്നവർ പറഞ്ഞിരുന്നത്. അപ്പൊ അത് ശരിയുമാണ്. കാരണം പുറത്തുനിന്ന് ഒരു കോടതിയോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികളോ ഗവൺമെന്റോ ഒന്നും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓണർഷിപ്പോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അവർ സ്വയം, ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് വെച്ചാൽ മാധ്യമങ്ങൾ തന്നെ സ്വയം സ്വീകരിച്ചിരിക്കുന്ന ഒരു ആത്മനിയന്ത്രണത്തിന്റെയും ഒരു പെരുമാറ്റച്ചട്ടത്തിന്റെയും ഭാഗമായിട്ടാണ്. ഇത് അതും കൂടി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ സമൂഹത്തിലെ നല്ല മനുഷ്യർക്ക് പോലും ഇനി പുറത്തുനിന്ന് ആളെ വേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും വളരെയധികം നന്ദി MG രാധാകൃഷ്ണൻ, മുതിർന്ന മാധ്യമ പ്രതികരിച്ചത്. ഇപ്പോൾ